നമസ്കാരം. ചില വാർത്തകൾ കാണുമ്പോൾ പ്രതികരിച്ചു പോവും. അതൊക്കെ ഷെയർ ചെയ്യണമെന്ന് തോന്നും. നല്ലതാണോ ചീത്തയാണോ എന്നൊന്നും അറിയത്തില്ല കേട്ടോ. സങ്കടം വരെ വാർത്തകളൊക്കെ കാണുമ്പോൾ. പോരാങ്കിൽ വിവാഹം കഴിക്കാൻ കാത്തു നിൽക്കുന്ന ഒരു പ്രവാസിയായ പയ്യൻ്റെ ചോദ്യം കൊണ്ടുണ്ടായി. ഈ എല്ലാ പ്രവാസികളുടെ ഭാര്യമാരും ഇങ്ങനെയൊക്കെ തന്നെ ആണോ എന്ന് പയ്യൻ്റെ ആശങ്ക എന്താണെന്ന് അറിയത്തില്ല. പക്ഷേ ഇങ്ങനെ ചോദിക്കുന്നവരോടും ഇങ്ങനെ സംശയമുള്ളവരോടും ഒരു കാര്യം പറയട്ടെ. ഒരുപാട് പ്രവാസികളുടെ ഭാര്യമാർ, ഒരുപാട് പേര് സഹനശക്തിയുള്ളവരും ക്ഷമയോടുകൂടി തൻ്റെ ഭർത്താവിനെ കാത്തിരിക്കുന്നവരും തൻ്റെ ഭർത്താവിനും കുഞ്ഞുങ്ങൾക്കും വേണ്ടി ജീവിക്കുന്ന ഒരുപാട് പ്രവാസികളുടെ ഭാര്യമാരുള്ള ഒരു ലോകമാണ് കേട്ടോ. അതിൽ ഒന്ന് രണ്ടെണ്ണമൊക്കെ ചിലപ്പോൾ ചാടിപ്പോയെന്നൊക്കെ ഇരിക്കും. അതുകൊണ്ട് എല്ലാ പ്രവാസികളുടെ ഭാര്യമാരും ഇങ്ങനെയാണ് എന്ന് പറയരുത് കേട്ടോ. സങ്കടമുണ്ട്. എന്തായാലും ഞാനിത് പറയാൻ കാരണം ഇന്നലെ സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു വാർത്തയാണ് കേട്ടോ. അത് വേറൊന്നല്ല. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ഫോട്ടോയിൽ കണ്ട ഈ സഹോദരി അങ്ങനെ തന്നെ ആവട്ടെ, ഒരു പ്രവാസിയുടെ ഭാര്യയാണ്. 7 വയസ്സുള്ള കുട്ടിയുമുണ്ട് കേട്ടോ. തൻ്റെ ഭർത്താവ് പ്രവാസ ലോകത്ത് നിന്ന് തന്നിക്കും കുട്ടിക്കും വേണ്ടി വരുന്നു. പാവം പ്രവാസി, അവൻ ഒരുപാട് സന്തോഷത്തോടു കൂടിയൊക്കെ തൻ്റെ കുട്ടിക്ക് ഗിഫ്റ്റൊക്കെ മേടിച്ച് തൻ്റെ ഭാര്യയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടാവും. തലേ ദിവസം വരെ സംസാരിക്കുമ്പോൾ അത്ര സ്നേഹമൊക്കെ ആയിരുന്നു. ആർക്കാ? ഉപ്പുപ്പാടെ ലൂക്കും ഉമ്മുമ്മാടെ കുലുസും പറയാതിരിക്കാൻ പറ്റുന്നില്ല. എന്തായാലും ഈ ഭർത്താവ് വരുന്നതിന് മുമ്പ് ആ ഭാര്യ ചെയ്ത ഒരു വലിയ കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? ഭർത്താവിനുള്ള സ്നേഹം കൊണ്ടായിരിക്കാം 3 കുട്ടികളുള്ള ഭാര്യയുമുള്ള മറ്റൊരുവൻ്റെ കൂടെ ഒളിച്ചോടി. ഇന്നലെ കണ്ടെത്തി അവരെ. അപ്പോൾ ഇതിൻ്റെ രസമെന്ന് വെച്ചാൽ സഹോദരിയോട് പറയാനുള്ളത്, പൊന്ന് സഹോദരി, 3 കുട്ടികളെയും ഒരു ഭാര്യയും സ്നേഹിക്കാൻ കഴിയാത്ത അവന് നിന്നെ സ്നേഹിക്കാൻ കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? വല്ലാത്തൊരു ജന്മങ്ങൾ തന്നെയാണല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാൻ മറക്കണ്ട. ഒമാനിലെ ഇബ്രയിൽ നിന്നും കുയിൽ നിസാർ. ബൈ.